നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമങ്ങളിലൂടെ ഷിംജിതയുടെ ആരോപണങ്ങളെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവതിയുടെ വാദങ്ങളെല്ലാം പൊളിയുന്നു. ദീപക് പയ്യന്നൂരിൽ നിന്നും അലമീൻ എന്ന സ്വകാര്യ ബസ്സിലാണ് കയറിയതെന്ന CCTV ദൃശ്യങ്ങൾ വ്യക്തമാകുന്നതോടെ ഷിംജിതയുടെ വെളിപ്പെടുത്തലുകൾ സംശയനിഴലിലായിരിക്കുകയാണ്. ദീപക് ചതിയിൽപ്പെട്ടതാണെന്ന വാദത്തിന് ബലം നൽകുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബസ്സിലെ ഡ്രൈവർ ക്യാബിന് സമീപമുള്ള CCTVയിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:45 ദീപക് ബസ്സിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ കൃത്യമായി പതിഞ്ഞിട്ടുണ്ട്. പുറകിൽ ബാഗ് തൂക്കി വളരെ സാധാരണ നിലയിലാണ് ദീപക് ബസ്സിൽ കയറുന്നത്. എന്നാൽ ബസ്സിൽ ദീപക് മോശമായി പെരുമാറിയെന്ന ഷിംജിതയുടെ വീഡിയോയിലെ ആരോപണങ്ങൾ ബസ് ജീവനക്കാർ പൂർണ്ണമായും തള്ളുകയാണ്. ബസ്സിനുള്ളിൽ അന്ന് അസ്വാഭാവികമായ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ലെന്നാണ് ജീവനക്കാരുടെ മൊഴി. ദീപക് അപമര്യാദയായി പെരുമാറിയെന്ന വീഡിയോയിൽ ആരോപിച്ച ഷിംജിത അന്ന് ബസ്സിനുള്ളിൽ വെച്ച ഇത്തരമൊരു പരാതി ആരോടും പറഞ്ഞിരുന്നില്ല എന്ന് കണ്ടക്ടർ രാമകൃഷ്ണൻ വെളിപ്പെടുത്തി. മറ്റൊരു യുവതിയോട് മോശമായി പെരുമാറിയെന്നടക്കമുള്ള ഷിംജിതയുടെ വാദങ്ങൾ ബസ് ഉടമയോ ജീവനക്കാരോ അറിഞ്ഞിട്ട് പോലുമില്ല എന്നും വ്യക്തം. ബസ് ഉടമ വീഡിയോ കാണിച്ചു തന്നപ്പോഴാണ് ഇങ്ങനെയൊരു ആരോപണമുള്ള കാര്യം പോലും അറിഞ്ഞത് എന്ന് ഇവർ പറയുന്നു. ഷിംജിത ബസ്സിൽ കയറി 1 മിനിറ്റിന് ശേഷമാണ് ദീപക് ബസ്സിൽ കയറുന്നത്. ഇവർ തമ്മിൽ ബസ്സിനുള്ളിൽ വെച്ച തർക്കങ്ങളോ ബഹളങ്ങളോ നടന്നതായി ദൃക്സാക്ഷികളുമില്ല. ദീപകിന്റെ ആത്മഹത്യയിൽ ഷിംജിതയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി മെഡിക്കൽ കോളേജ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പാണ് ഇത്. ദീപകിന്റെ മാതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി. ഷിംജിതയുടെ സോഷ്യൽ മീഡിയ വിചാരണയും അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളുമാണ് നിരപരാധിയായ ഒരു യുവാവിന്റെ ജീവനെടുത്തതെന്ന വികാരം ശക്തവുമാണ്. വരും ദിവസങ്ങളിൽ ബസ്സിലുണ്ടായിരുന്ന കൂടുതൽ യാത്രക്കാരുടെ മൊഴി രേഖപ്പെടുത്തുന്നതോടെ ഷിംജിതയ്ക്ക് മേലെയുള്ള കുരുക്ക് ഇനിയും മുറുകും. ബസ്സിൽ അന്നുണ്ടായിരുന്ന മറ്റ് യാത്രക്കാരുടെ മൊഴികൾ കൂടി രേഖപ്പെടുത്തും. കേസിൽ കൂടുതൽ വ്യക്തത വരുത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. നിരപരാധിത്വം തെളിയിക്കാൻ പോലും അവസരം നൽകാതെ നടത്തിയ സൈബർ വിചാരണയാണ് ദീപകിനെ മരണത്തിലേക്ക് തള്ളിയിട്ടത് എന്ന പ്രതിഷേധം ശക്തമാണ്. നിലവിൽ ലഭിച്ചിരിക്കുന്ന തെളിവുകൾ പ്രകാരം പോലീസ് ഷിംജിതയെ അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത. അതീവ ഗുരുതരമായ വകുപ്പും തന്നെയാണ് ഷിംജിതയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കുറ്റം തെളിയിക്കപ്പെട്ടാൽ 10 വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാം. CCTV ദൃശ്യങ്ങൾ ഷിംജിതയുടെ വാദങ്ങളെ പൊളിക്കുന്നതാണ്. ബസ്സിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന ജീവനക്കാരുടെ മൊഴിയും ഷിംജിതയ്ക്ക് കോടതിയിൽ വലിയ തിരിച്ചടിയാകും. ഷിംജിതയുടെ ഫോൺ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. ബസ്സിൽ പ്രശ്നമുണ്ടായി എന്ന് വീഡിയോയിൽ പറയുന്ന ഷിംജിത അന്ന് ബസ്സിനുള്ളിൽ വെച്ച പരാതി നൽകുകയോ ബഹളം വെക്കുകയോ ചെയ്തില്ല എന്നത് ഗൂഢാലോചനയിലെ ആണ് വിരൽ ചൂണ്ടുന്നത്. ഒരു നിരപരാധിയെ സമൂഹ മാധ്യമത്തിൽ അപമാനിക്കാൻ മനഃപൂർവ്വം നടത്തിയ നീക്കമാണിതെന്നാണ് സൈബർ ലോകത്തുയരുന്ന ആക്ഷേപം. ഷിംജിത നടത്തിയ സോഷ്യൽ മീഡിയ വിചാരണ ദീപകിനെ മാനസികമായി തകർക്കുകയായിരുന്നു. തെറ്റുണ്ടായെങ്കിൽ നിയമപരമായ വഴി തേടാതെ വീഡിയോ വൈറലാക്കി ലൈക്കുകൾക്കും റീച്ചിനും വേണ്ടി ശ്രമിച്ചതാണ് ദീപകിന്റെ ആത്മഹത്യക്ക് കാരണമെന്ന് പോലീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു.